കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ വന്ന സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഇത്രമാത്രമേ മലയാളത്തിൽ പ്രസംഗിക്കാൻ പോകുള്ളൂ. The president of this inaugural session, Comrade A.K. Balan, the central and state leadership of the party on the dais, dear comrade delegates and other guests, it gives me great pleasure to be here in Kollam to inaugurate the State Conference of the Communist Party of India Marxist. The Kerala unit of the CPIM is the biggest and strongest unit of the party in our country. And this strong movement of our party in Kerala has a historical record beginning from the anti-imperialist and anti-feudal struggles from the 1930s. We all know about the heroic struggles of Karivallur, Kayyur, Punnapra Vayalar, and other innumerable struggles of the working class and the peasantry here in Kerala, which were led by the Communist Party. And it is this glorious tradition of the Communist Party in Kerala which has now been carried forward by the Communist Party of India Marxist. അധ്യക്ഷ സഖാവ് എ കെ ബാലൻ, കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാർ, പ്രതിനിധി സഖാക്കളെ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, സഖാക്കളെ, പാർട്ടിയുടെ കേരള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് അത്യന്തം ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയുമാണ്. കേരളത്തിലെ CPM ഘടകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഘടകമാണ്, ഏറ്റവും ശക്തമായ ഘടകമാണ്. ശക്തമായ മുന്നേറ്റങ്ങളുടെ ചരിത്രപരമായ പശ്ചാത്തലത്തിലൂടെയാണ് കേരളത്തിലെ പാർട്ടി വളർന്നു വന്നിട്ടുള്ളത്. സാമ്രാജ്യത്വ വിരുദ്ധ, ജന്മിത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ പാരമ്പര്യം കേരളത്തിലെ പ്രസ്ഥാനത്തിനുണ്ട്. 1930കളിലെ മഹനീയമായ പോരാട്ടങ്ങൾ, കയ്യൂരും കരിവള്ളൂരും പുന്നപ്പുറയും ഉൾപ്പെടെ എണ്ണിയാലൊടുങ്ങാത്ത കർഷക തൊഴിലാളി പോരാട്ടങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ സമരങ്ങൾ, അതെല്ലാമാണ് കേരളത്തെ പാർട്ടിയെ ശക്തമായ രൂപത്തിലേക്ക് എത്തിച്ചത്. ആ മഹത്തായ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ശ്രമിക്കുന്നത്. Today, in the current political situation in our country, the Kerala unit of the CPIM is in the forefront in implementing the line of the party in the struggle against the Hindutva corporate regime, the struggle for democracy, the struggle to defend secularism and federalism in our country. And it is in Kerala that it is Kerala that has the distinction of having the only left-led government in India, the LDF government. And under the leadership of Comrade Pinarayi Vijayan, the Chief Minister, the LDF government has blazed a record in striving for implementing alternative policies as against the neoliberal and communal policies pursued by the central government. Therefore, this state conference in Kollam will be looked upon with great interest by not only the entire
party membership, the supporters of the CPIM, but all left and democratic forces in the country, because they recognize that a strong Communist Party of India, Marxist in Kerala, the advance of the LDF government here are essential for the overall fight for democracy, secularism, and federalism in our country. വർത്തമാനകാല സാഹചര്യത്തിൽ കേരളത്തിലെ പാർട്ടി ഘടകം രാജ്യത്തെ പാർട്ടി നയം നടപ്പിലാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ഹിന്ദുത്വ, കോർപ്പറേറ്റ്, ആധിപത്യ സംവിധാനത്തിനെതിരെ ജനാധിപത്യ, മതനിരപേക്ഷ, ഫെഡറൽ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. കേരളം വ്യത്യസ്തമായൊരു അനുഭവമുള്ള പ്രദേശമാണ്. ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാർ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്. സഖാവ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയായി നേതൃത്വം നൽകുന്ന സർക്കാർ ഈ രാജ്യത്തെ നവ ഉദാരവൽക്കരണ വർഗീയ നയങ്ങൾക്കെതിരെയുള്ള ബദൽ സമീപനമാണ് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ, ജനാധിപത്യവാദികൾ എല്ലാവരും വലിയ താല്പര്യത്തോടെ ഈ സമ്മേളനത്തെ ശ്രദ്ധിക്കുന്നത് ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ കൂടിയാണ്. അവർ തിരിച്ചറിയുന്നുണ്ട് കേരളത്തിൽ ശക്തമായ പാർട്ടി എന്നുള്ളത്, ശക്തമായ CPIM കേരളത്തിൽ ഉണ്ടാകേണ്ടതും അത് LDF മുന്നേറ്റത്തിന് അനിവാര്യമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏകോപിതമായ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ഫെഡറലിസത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ അനിവാര്യമായ മുന്നുപാധിയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെയും ഈ സർക്കാരിനെയും പാർട്ടിയെയും ശക്തിപ്പെടുത്തുകയുമുള്ളത്. As you all know, the 24th Congress of our party is being held a few weeks away from now at Madurai, from the 2nd to the 6th of April. As it is the practice in our party, we have prepared a draft political resolution which has been circulated within the party, and it is being discussed at all levels of the party. And it is this political tactical line which will be taken up and adopted in the Party Congress, which will give us the future direction for our work and activities. Along with this draft political resolution, the Party Central Committee has also prepared a political review report which is reviewing the work we have done in implementing the political tactical line from the previous Congress, the 23rd Congress, which was held in Kannur. So both these documents are now under discussion in the entire party, and we are confident that all these discussions will help us to arrive at a correct political tactical line for the coming days. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചുരുങ്ങിയ ആഴ്ചകൾക്കുള്ളിൽ പാർട്ടിയുടെ 24ാം കോൺഗ്രസ് ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ വെച്ച് നടക്കുകയാണ്. പാർട്ടിയുടെ പ്രവർത്തന രീതി അറിയാവുന്നവർക്ക് വ്യക്തമാക്കുന്നതുപോലെ നമ്മുടെ പാർട്ടിയുടെ കരട് രാഷ്ട്രീയ പ്രമേയം ഇപ്പോൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിതരണം ചെയ്തിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ അടവ് നയം, ഈ ചർച്ചകളുടെ എല്ലാം തുടർച്ചയിൽ പാർട്ടി കോൺഗ്രസ് അന്തിമ രൂപം നൽകും. പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെയും പോരാട്ടത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഭാവി ദിശയെ ഈ രാഷ്ട്രീയ അടവ് നയമായിരിക്കും നിർണ്ണയിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഈ രാഷ്ട്രീയ പ്രമേയത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ വിലയിരുത്തൽ റിപ്പോർട്ട് ഇത്തവണ ചർച്ച ചെയ്ത് പാർട്ടിയിലാകെ ചർച്ചയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് 23ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂർ ചേർന്നപ്പോൾ അംഗീകരിച്ച രാഷ്ട്രീയ അടവ് നയം അത് പ്രായോഗികമാക്കുന്നതിന്റെ അനുഭവങ്ങളാണ് ഈ രാഷ്ട്രീയ വിലയിരുത്തൽ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത്. ഈ രണ്ട് രേഖകളും പാർട്ടിയിലാകെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ശരിയായ രൂപത്തിൽ ഭാവിയിലെ രാഷ്ട്രീയ നയം ആവിഷ്കരിക്കുന്നതിന് അത് സഹായകരമായിരിക്കുമെന്നുള്ളത്. When we decided on the holding of the 24th Party Congress and the timetable in preparation for this Congress, Comrade Sitaram Yechuri was part of the decision making as the General Secretary of the party. But soon after,
we faced an unprecedented situation. For the first time in the history of our party, a General Secretary, his demise led to an immediate loss and vacuum which we had to fill. His death was an irreparable loss for the party. But since our party has a strong collective form of functioning, the Politburo and the Central Committee worked unitedly to prepare for this party congress. The two documents which I mentioned were discussed both in the Politburo and Central Committee and adopted. And we have successfully held all the state conferences in the country, the Kerala conference being the last. Therefore, on this occasion, we remember with gratitude the contribution made by Comrade Sitaram Yechuri. At the same time, we suffered another loss in Kerala with the death of Comrade Koderi Balakrishnan, who was also the secretary of our state committee and a member of the Politburo, who was elected in the last state conference and then the party congress. And we have had to overcome these losses and continue to do our work to strengthen the party and advance it. 24ാം പാർട്ടി കോൺഗ്രസ് നിശ്ചയിച്ച് അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ആ പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി വിടവാങ്ങിയത്. അതൊരു അസാധാരണമായ സാഹചര്യമായിരുന്നു. പാർട്ടിയുടെ ചരിത്രത്തിൽ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് പാർട്ടി സമ്മേളനത്തിൽ ഈ ഘട്ടത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി വിടവാങ്ങുന്നത്. അത് സൃഷ്ടിച്ച ശൂന്യത, നഷ്ടം നികത്താനാകാത്തതാണ്. ഈ അപരിഹാര്യമായ നഷ്ടത്തെ പാർട്ടി നേരിട്ടത് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. പാർട്ടി PB-യുടെയും CC-യുടെയും ശക്തമായ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള 2 രേഖകളും ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ കഴിഞ്ഞു. പാർട്ടിയുടെ എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളും, ഇപ്പോൾ കേരളത്തിൽ അവസാനത്തെ സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റെല്ലാ സംസ്ഥാന സമ്മേളനങ്ങളും വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഞാൻ സീതാറാം യെച്ചൂരിയുടെ ആ ഉജ്ജ്വലമായ സ്മരണകളെ, ഉജ്ജ്വലമായി സംഭാവനകളെ പ്രത്യേകം സ്മരിക്കുന്നു. പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നമ്മുടെ സീതാറാം യെച്ചൂരിയുടെ സംഭാവനകൾ നിസ്തുലമാണ്. അതേപോലെ തന്നെയാണ് കേരളത്തിലും കോടിയേരി ബാലകൃഷ്ണനെ നമുക്ക് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ സമ്മേളനം കോടിയേരിയെ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അദ്ദേഹം PB-യിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി PB അംഗവുമായ കോടിയേരിയുടെ വിടവാങ്ങലും നമുക്ക് വലിയ നഷ്ടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ അതിനെയെല്ലാം മറികടക്കുന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ശക്തിയായ മുന്നേറ്റത്തിന് ആവശ്യമായ രൂപത്തിൽ പാർട്ടിയെ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. When you are going to discuss in the state conference in the coming days the work we have done in Kerala, the political and organizational work, and set out our future direction, you have to keep in mind what is happening both at the international and national level today. I would like to briefly set out to you the main features of the international situation which have an important bearing on our own country. We have seen in the last 6 weeks very tumultuous events, major events since Donald Trump took over the presidency of the United States of America on the 20th of January. The draft political resolution anticipates some of these tumultuous developments. What is happening with the new approach and policies being adopted by Donald Trump is something which will take some more time to properly evaluate. But some things have become clear in the short period of 6 weeks. Donald Trump is seeking to reorient and restructure
the American economy, society, and American intervention internationally to ensure that America remains the dominant imperialist power in the country, in the world. For this, he has put forth slogans like "Make America Great Again," "America First." That is what he will pursue as far as his domestic policies and international policies are concerned. Why this is happening is something which we must understand. That the fact that he says "Make America Great Again" is a recognition that America is not anymore the superpower in a unipolar world. America's power in the world is declining, and it is also meeting the challenge of a rising People's Republic of China, which is now able to match America economically, technologically, and militarily. It is a growing power which is now threatening American supremacy. And Donald Trump's what appears to be outlandish efforts is to reassert America's leadership of the imperialist world and to crudely, at times, establish American hegemony. ഇനിയുള്ള ദിവസം സംസ്ഥാന സമ്മേളനം നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളെയാണ് വിലയിരുത്തി ചർച്ചകൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ ആ ചർച്ചകൾക്ക് സഹായകരമാകുന്ന രൂപത്തിൽ സാർവദേശീയ ദേശീയ സാഹചര്യങ്ങളിൽ ചില പ്രശ്നങ്ങളാണ് ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തെ കൂടി ബാധിക്കുന്ന പ്രധാനപ്പെട്ട സാർവദേശീയ പ്രശ്നങ്ങളാണ് പ്രതിപാദിക്കുന്നത്. പ്രത്യേകിച്ചും ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചുമതലയെടുത്തതിന് ശേഷം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അത് നമ്മുടെ രാഷ്ട്രീയ പ്രമേയം ചിലതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയ സാമ്പത്തിക മേഖലയ്ക്കകത്ത് നയങ്ങളിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു പുനഃസംഘടനയാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമ്പദ്ഘടനയിൽ, സമൂഹത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ എല്ലാം തന്നെ 6 ആഴ്ചയുടെ ഹ്രസ്വകാലയളവിനുള്ളിൽ പുനഃസംഘടനയിലൂടെ ആധിപത്യം വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുവഴി അന്താരാഷ്ട്ര അമേരിക്കൻ ഇടപെടലുകളെ കുറെ കൂടി അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിത്തീർക്കാനായി ട്രംപ് ശ്രമിക്കുന്നു. സാമ്രാജ്യത്വ ആധിപത്യ രാഷ്ട്രം അമേരിക്ക തന്നെയാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അമേരിക്ക ആദ്യം, അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക, ഇത്തരം മുദ്രാവാക്യങ്ങൾ ട്രംപ് ഉയർത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വിദേശ നയം ആവിഷ്കരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിക്കാൻ ട്രംപ് നിർബന്ധിതമാകുന്നത്, അല്ലെങ്കിൽ അമേരിക്ക നിർബന്ധിതമാകുന്നത്? അമേരിക്ക വീണ്ടും മഹത്തരമാക്കണം എന്ന് ട്രംപ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് അമേരിക്കയ്ക്ക് പഴയ ആധിപത്യമില്ല എന്ന് തുറന്നു സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഏകലോകത്തിന്റെ ആധിപത്യമുള്ള രാജ്യം എന്ന നിലയിലും ഇന്ന് അമേരിക്ക ദുർബലപ്പെട്ടിരിക്കുന്നു. പുതിയ വെല്ലുവിളികളെ അമേരിക്ക അഭിമുഖീകരിക്കുന്നു. പ്രത്യേകിച്ചും ചൈനയുടെ മുന്നേറ്റം സാമ്പത്തികവും സാങ്കേതികവും സൈനികവുമായ മേഖലകൾക്കകത്ത് അമേരിക്കൻ ആധിപത്യത്തെ തുടർച്ചയായി വെല്ലുവിളിക്കുന്നു. അതുകൊണ്ടാണ് ട്രംപിന്റെ ശ്രമം വീണ്ടും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. സാമ്രാജ്യത്വ ആധിപത്യം അമേരിക്കയിലൂടെ ഉറപ്പിക്കുക എന്ന ദൗത്യമാണ് ട്രംപ് ഏറ്റെടുത്തിട്ടുള്ളത്. Trump reminds us of the 19th century imperialists who wanted to annex more and more territory, capture more and more colonies to strengthen their system. In a short span of time, Trump has laid claim to Greenland, which is part of Denmark. He has openly said he would like to have Canada as the 51st state of the United States. He has laid claim to the Panama Canal, saying it was originally owned by the United States of America. And even he has gone to the extent of saying, hand over the Gaza Strip to us so that we can develop it as a resort on the Mediterranean. So this is the crude attempt of Trump to expand the territorial
sovereignty of the United States of America, transgressing and violating the sovereignty of other countries. So that is something which has not been seen for more than a century, and this is what is making entire world taken aback and looking at it with shock and awe. യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്നത് 19-ാം നൂറ്റാണ്ടിലെ പ്രാകൃത സാമ്രാജ്യത്വത്തിന്റെ രീതികളാണ്. അത് കൂടുതൽ അതിരുകൾ വിപുലപ്പെടുത്താൻ, രാഷ്ട്രത്തിന്റെ അതിരുകൾ വിപുലപ്പെടുത്താൻ, കോളനികൾ സ്ഥാപിക്കാൻ ആ ഒരു ശ്രമമാണ് ട്രംപ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗം തങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. കാനഡയെ 55-ാമത്തെ, അമേരിക്കയുടെ 55-ാമത്തെ സംസ്ഥാനമാക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനം. USA-യുടെ അമേരിക്കയുടെ സ്വന്തമാണ് പനാമ കനാൽ, അത് ഞങ്ങൾക്ക് വീണ്ടും ആവശ്യമുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അതോടൊപ്പം തന്നെ ഗാസ മുനമ്പ് ഞങ്ങൾക്ക് വിട്ടുവന്നത് റിസോർട്ടാക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഈ പ്രാകൃത കാലഘട്ടത്തിന്റെ ആധിപത്യ ശ്രമങ്ങളുടെ തനിയാവർത്തനമാണ്. മേഖല ആധിപത്യത്തിന് വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നു. ഇത് മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരം കവർന്നെടുക്കുകയും എല്ലാ മേഖലകൾക്കകത്തും അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യുന്നു. This Trump presidency is going to aggravate all the major social contradictions in the world today. One is the inter-imperialist contradictions. Earlier, under President Biden, using the Ukraine war against Russia, the entire European capitalist powers were united under the leadership of the United States. The G7, all the 7 powerful capitalist countries, were completely united, both against Russia and China. But now Trump is clearly telling Europe that you are subordinate to us. You have to either listen to us or go your own way. And this is going to lead to inter-imperialist contradictions getting accentuated. ട്രംപിന്റെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലോകത്തിന്റെ സാമൂഹ്യ വൈരുദ്ധ്യങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുന്നു. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ അത് ശക്തമായിരുന്നില്ല, നിശബ്ദമായിരുന്നു കഴിഞ്ഞ കാലയളവിൽ നമുക്കറിയാം. പ്രത്യേകിച്ചും ബൈഡന്റെ കാലഘട്ടത്തിൽ യുക്രൈൻ റഷ്യക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ആകെ ഐക്യത്തോടെ അമേരിക്കയ്ക്കൊപ്പം നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ G7 രാജ്യങ്ങൾ റഷ്യക്കും ചൈനയ്ക്കും എതിരെയുള്ള ഏകോപിതമായ മുന്നേറ്റത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരമൊരു സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം ബൈഡന്റെ കാലഘട്ടത്തിൽ നടന്നിരുന്നുവെങ്കിൽ ട്രംപ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യൂറോപ്പ് ഞങ്ങൾക്ക് വിധേയമായി നിൽക്കണം, ഞങ്ങളുടെ തുല്യതകളിൽ നിന്ന് മാറി വിധേയമാക്കി നിൽക്കണം എന്ന കാഴ്ചപ്പാടോട് എത്തുന്നു. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ശക്തിപ്പെടുത്തുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. If this is the harsh attitude of Trump to their closest allies in Europe, you can imagine how he's going to deal with the countries, developing countries, the countries of the global south. He's going to treat them with complete contempt, as he has started doing with South Africa. He has gone to the extent of saying that the white minority in South Africa, they are being oppressed by the government of South Africa, and he's welcomed all these white people to come to America. So the contradiction between imperialism and the third world, the developing countries, is also going to increase in the coming days. യൂറോപ്പിനോട് ഈ രൂപത്തിലുള്ള കാടൻ സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നതെങ്കിൽ മറ്റ് വികസിതമായി കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളോട്, പ്രത്യേകിച്ചും ലോകത്തിന്റെ തെക്കൻ രാജ്യങ്ങളോട് എങ്ങനെയായിരിക്കും അമേരിക്ക സ്വീകരിക്കുക എന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല. ഇപ്പൊ നോക്കൂ, സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റിനെതിരെ ട്രംപിന്റെ പ്രഖ്യാപനം. അവിടുത്തെ ഗവൺമെന്റ് വെള്ളക്കാരായി ന്യൂനപക്ഷത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെല്ലാം അമേരിക്കയിലേക്ക് ട്രംപ് ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സാമ്രാജ്യത്വവും വികസിതമായ രാജ്യങ്ങളും അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളും, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ സാമ്രാജ്യത്വവും മൂന്നാം ലോക രാജ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Trump, in this short period of 6 weeks in America, has launched a big attack on the workers and employees, particularly of the federal government. He's sacking thousands of employees and workers. He doesn't want to have big government departments under the center. He wants to downsize all of them. And in the coming days, we can expect a big attack on the working class
and trade unions in America. And with the rise of the far right in Europe, you will see similar attacks on the working class. So in the coming days, we can also expect an intensification of the contradiction between labor and capital. ട്രംപിന്റെ ഹ്രസ്വമായ 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും എതിരെയുള്ള വലിയ ആക്രമണമാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഫെഡറൽ സർക്കാരിന് കീഴിലുള്ള ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുന്നു. വലിയ വകുപ്പുകൾ വേണ്ട എന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയുള്ള നാളുകളിൽ തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും മേലെ വലിയ ആക്രമണം ഉണ്ടാകാനാണ് ഇട. അതേപോലെ തന്നെ തീവ്ര വലതുപക്ഷം അധികാരത്തിലിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നാളുകളിൽ മൂലധനവും അധ്വാനവും തമ്മിലുള്ള വൈരുദ്ധ്യവും കൂടുതൽ ശക്തിപ്പെടാൻ പോകുന്നു. And most importantly for us, the central contradiction between imperialism and socialism that already we had noted in our last party congress, that conflict is growing, manifested in the conflict between the United States of America on the one side and the People's Republic of China on the other. And more imperialism and all its allies are concentrating on how to contain China, how to curb China, how to isolate China. This has been the main strategy of America and imperialism in the last few years. And with Trump already, that conflict will accentuate, as you have seen. Just in the last few days, he has imposed 20% tariffs on all Chinese goods imported into the United States of America. He has done it in 2 installments, first 10%, now an additional 10% day before yesterday. So there will be growing trade war between US and China, between US and Europe, between US and Canada and Mexico. So all told, as I said, the world is in for a period of great turmoil. മുഖ്യ വൈരുദ്ധ്യങ്ങളിൽ കേന്ദ്ര വൈരുദ്ധ്യമായി നാം കാണുന്നത് സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യം കൂടുതൽ ശക്തിപ്പെടുന്നു എന്നാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയത്. അത് കുറെ കൂടി തീവ്രമായി കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് അമേരിക്കയെ അതിൻ്റെ സഖ്യശക്തികളും മറുവശത്ത് ജനാധിപത്യ ചൈന എന്ന രൂപത്തിൽ ഇതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും. അമേരിക്കയും സാമ്രാജ്യത്വവും സഖ്യശക്തികളും ചൈനയെ വളയുക, ചൈനയെ ദുർബലപ്പെടുത്തുക, ചൈനയെ ഒറ്റപ്പെടുത്തുക എന്ന പ്രധാന രാഷ്ട്രീയ തന്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സാർവദേശീയ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഈ പ്രവർത്തന രീതിയെ, ഈ തന്ത്രത്തെ ട്രംപ് കുറെ കൂടി ശക്തമാക്കുന്നു, തീവ്രമാക്കുന്നു. അതാണിപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ 20% ചുങ്കം, 10% ആദ്യം ഏർപ്പെടുത്തി, മിനിഞ്ഞാന്ന് വീണ്ടും 10% ഏർപ്പെടുത്തി, ആ ചുങ്കം ഏർപ്പെടുത്തുന്നു. ഈ സമീപനം പൊതുവെ വ്യാപാര യുദ്ധങ്ങളിലേക്ക് ലോകത്തെ നയിക്കും. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം, അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര യുദ്ധം, അമേരിക്കയും കാനഡയും തമ്മിലും അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധങ്ങൾ ശക്തിപ്പെടാൻ പോകുന്നു. So it is a fact that the recent years have seen the growth of the far right forces around the world. The extreme right has made gains, particularly in Europe. And that has come out of the crisis of neoliberalism, the path of neoliberalism which was followed by all these countries in Europe and other advanced capitalist countries. But at the same time, while the far right has grown, and whether it is Trump or the European right leaders, some of whom have come to power, represent this far right, it is also a fact that as against the far right, in different parts of the world, particularly in Latin America, the left forces have held on. In many cases, they have made a comeback after being defeated in elections earlier, such as Brazil, such as Chile, such as Colombia, Uruguay, Mexico,
in all these countries, you have now left of center presidents who have been elected by their peoples. And therefore, the path is clear that those who will fight against imperialist hegemony, those who fight against neoliberal policies, that is the left, if they do that, they will make advances. Unlike the social democrats in Europe, who long ago surrendered and began supporting and implementing neoliberal policies. So whether it is in France, whether it is in Germany, you'll see the results that while the right has definitely advanced, the left also has been able to make gains in countries like France and Germany. So in the coming days, as I said, as Marxists, this accentuation of all the four contradictions will provide new opportunities for the left forces to take up struggles of the working people, to take up the fight against the far right and neo-fascist forces and be able to make advances. ഇന്നത്തെ ലോകത്തിൻ്റെ നിലനിൽക്കുന്ന വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ തീവ്ര വലതുപക്ഷം നേട്ടങ്ങൾ കൈവരിക്കുന്നു. വിവിധ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് യൂറോപ്പിലും ഇവർ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നവ ഉദാരവൽക്കരണ പ്രതിസന്ധിയുടെ മറ്റൊന്നായി ഇത് കാണാൻ കഴിയും. വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഈ നവ ഉദാരവൽക്കരണ പ്രതിസന്ധിയെ തീവ്ര വലതുപക്ഷത്തിന് ശക്തമായി അതിനോടുള്ള വിയോജിപ്പുകളെ ആ രൂപത്തിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞു എന്നതുകൂടി കാണണം. തീവ്ര വലതുപക്ഷമെന്ന രൂപത്തിൽ ട്രംപ് അമേരിക്കയിലും അല്ലെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും അധികാരത്തിൽ വന്ന പാർട്ടികളും അവരെല്ലാവരും തന്നെ ഈ നയങ്ങളുടെ വക്താക്കളായിരുന്നു. എന്നാൽ മറ്റൊരു ഭാഗം കൂടി കാണാൻ കഴിയും. ഇപ്പോൾ ലാറ്റിൻ അമേരിക്ക നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ശക്തികളുടെ നേരത്തെ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ട രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഒരു തിരിച്ചുവരവിൻ്റെതായ അനുഭവം നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും ബ്രസീൽ, ചിലി, കൊളംബിയ, ഉറുഗ്വ, മെക്സിക്കോ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞു. ഇടതുപക്ഷമോ അല്ലെങ്കിൽ മധ്യ രാഷ്ട്രീയ നയം സ്വീകരിക്കുന്നവരോ പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങളിലേക്ക് ഈ രാജ്യങ്ങളിൽ വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇത് ദിശ വ്യക്തമാക്കുന്നുണ്ട്. എവിടെയൊക്കെയാണോ സാമ്രാജ്യത്വ ആധിപത്യത്തെയും നവ ഉദാരവൽക്കരണ നയത്തെയും എതിർക്കുന്നതിനും അതിനെതിരുടെ പ്രതിരോധം ശരിയായ രൂപത്തിൽ സംഘടിപ്പിക്കുന്നതിനും ഇടതുപക്ഷ ശക്തികൾക്ക് കഴിയുന്നത് അവിടെയെല്ലാം രാഷ്ട്രീയമായ തിരിച്ചുവരവിന്റെയും മുന്നേറ്റത്തിന്റെയും വഴി തുറന്നിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടതുപോലെ എവിടെയൊക്കെയാണോ നവ ഉദാരവൽക്കരണ നയങ്ങളെ പിന്താങ്ങുകയും അതിന്റെ നടത്തിപ്പുകാരുമായി സോഷ്യൽ ഡെമോക്രാറ്റുകളെ പോലെ മാറുകയും ചെയ്തിട്ടുള്ളത് അവിടെയെല്ലാം തന്നെ നമ്മൾ ദുർബലമാവുകയും ചെയ്യുന്നു. ആ ശക്തികൾ ദുർബലമാകുന്നു. ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റത്തിന് സാധ്യതകൾ ശരിയായ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഫ്രാൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലും തുറന്നു കാണാൻ കഴിയും. ഇത് കാണിക്കുന്ന പാഠം എന്താണ്? ഈ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശക്തിപ്പെടുന്ന വൈരുദ്ധ്യങ്ങളെ ഒരു മാർക്സിസ്റ്റ് എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വൈരുദ്ധ്യങ്ങൾ പുതിയ സാധ്യതകളെ തുറന്നിടുന്നു എന്നുള്ളതാണ്. അധ്വാനിക്കുന്ന വർഗത്തിന്റെ ശക്തമായ പോരാട്ടത്തിന്റെ മുന്നേറ്റത്തിന് ആവശ്യമായ പുതിയ സാധ്യതകൾ ഇന്നത്തെ കാലഘട്ടം തുറന്നിടുന്നു എന്ന് വായിച്ചെടുക്കാൻ കഴിയും. When we talk about left gains or advances, we should not forget that in our own part of the world, in South Asia, there has been a significant victory for the left in Sri Lanka. The Janata Vimukti Perumana, which is a party which is based on Marxism, has been able, through a left coalition, to not only win the presidentship of Sri Lanka, but also get four-fifths majority in parliament. A party which had 3 MPs in the previous parliament today has 155 MPs. This is a remarkable advance for the left in Sri Lanka, and because it belongs to our region, we have to heartened by this development. ഇത്തരത്തിലുള്ള ഇടതുപക്ഷ മുന്നേറ്റങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നാം മറക്കാതിരിക്കേണ്ടത്, ശക്തമായി ഓർക്കേണ്ട ഒന്ന്, ദക്ഷിണ ഏഷ്യക്കകത്തുള്ള ശ്രീലങ്കയിൽ അവിടെ ഇടതുപക്ഷത്തിനുണ്ടായ മുന്നേറ്റമാണ്. ജനതാ വിമുക്തി പെരുമന പാർട്ടി മാർക്സിസത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സഖ്യം അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല, പാർലമെന്റിൽ
അഞ്ചിൽ 4 ഭാഗം സീറ്റ് മേടിക്കൊണ്ട് ചരിത്ര വിജയമാണ് അവിടെ ആ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞത്. നേരത്തെ 3 പാർലമെന്റ് അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്തും ഇന്ന് 155 പാർലമെന്റ് അംഗങ്ങളിലേക്ക് വളരാൻ കഴിഞ്ഞു എന്നുള്ളത് ചരിത്രപരവും ശ്രദ്ധേയവുമായ മുന്നേറ്റമാണ്. നമ്മുടെ മേഖലയ്ക്കകത്താണ് എന്നതുകൊണ്ട് കുറെ കൂടി നമുക്ക് ആവേശം നൽകുന്ന അനുഭവമാണ്. In this whole far right spectrum which has developed in America, in Europe, and even in Latin America, where does our country stand? Where does Narendra Modi and the BJP government stand? It is very much part of this far right spectrum. Because if you see what has been one of the most horrific wars which has been waged in recent times, that was Israel's war, genocidal war in Palestine, in which, at a conservative estimate, more than 100,000 people, most of them women and children, have lost their lives. The Modi government has supported Israel in this war. Throughout this war, Modi's government has allowed export of arms from India to Israel so that they can use it in the Gaza war. This is unprecedented for India because traditionally, since independence, every Indian government has always supported the Palestinian cause. But today, we stand with the oppressors, the Israelis. If you look at the allies of America today, even before Trump, we find that Narendra Modi has allied with the United States of America in foreign policy and in strategic policies. I don't want to go into all the details, but the last thing which is there now is the Quad, the Quadrilateral Alliance, which India has joined. It consists of the United States, Japan, Australia, and India. And the only purpose for this Quad, which was set up by America, is to use this as a security alliance against China. And we have not only willingly gone into that alliance, but we are advocating further strengthening of this alliance. And that is one of the purposes of Narendra Modi's visit to Washington to see Trump, to say that please continue with the Quad, and we are going to hold the Quad summit in India later this year, and please come to attend this summit. Donald Trump should come and attend this summit. So it is clear on which side the Modi government in India is arrayed. It is fully with the United States of America. And now under Trump, when America goes out on its more and more aggressive path, India, by being allied with the United States of America, is going to get cut off and isolated from all the countries of the global south, the developing countries. So the path that this government is taking, the external policies are actually a reflection of the character of this government, which in our political resolution, draft political resolution, we have called it a Hindutva corporate regime which is displaying neo-fascist characteristics. അമേരിക്കയിലും യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ ചില പ്രദേശങ്ങളിലും ശക്തിപ്പെടുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ ആധിപത്യത്തിന്റെ ഇക്കട്ടത്തിൽ എവിടെയാണ് ഇന്ത്യ നിൽക്കുന്നത്? നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാർ, BJP സർക്കാർ ഈ തീവ്ര വലതുപക്ഷ സംവിധാനത്തിന്റെ അവിഭാജ്യ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു.
നാം നോക്കുമ്പോൾ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും തീവ്രമായ വംശഹത്യയുടെ അനുഭവമാണ് ഇസ്രയേലിന്റെ പാലസ്തീൻ കടന്നാക്രമണത്തിലുള്ളത്. 100,000-ലധികം ആളുകളാണ് ഏറ്റവും ചുരുങ്ങിയ കണക്കിൽ പോലും അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ മോഡി പൂർണ്ണമായും ഇസ്രായേലിനെ പിന്തുണച്ചു. യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുക മാത്രമല്ല, ഇസ്രായേലിലേക്ക് ഗാസയിൽ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ആയുധങ്ങളുടെ കയറ്റുമതിക്കും ഇന്ത്യ തയ്യാറായി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത്. ഇതുവരെയുള്ള ഗവൺമെന്റുകളുടെ പൊതുവായ ചരിത്രം എന്നുള്ളത് പാലസ്തീൻ പ്രശ്നത്തിനൊപ്പം നിലകൊള്ളുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആധിപത്യത്തിന്റെ ശക്തികൾക്കൊപ്പം, വേട്ടക്കാർക്കൊപ്പം, ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന സമീപനമാണ് ഇപ്പോൾ മോഡി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ മോഡി ഇത്തരത്തിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അമേരിക്കൻ സഖ്യത്തിന്റെ അവിഭാജ്യ ഭാഗമായി മാറുന്നതിനുള്ള ശ്രമങ്ങളാണ് വിദേശ നയത്തിലും തന്ത്രപരമായ നയങ്ങളിലുമെല്ലാം തന്നെ ആവിഷ്കരിച്ചിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ കോഡ് സഖ്യം, അതിനകത്ത് അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയും ചേരുന്ന സഖ്യമാണ്. ആ സഖ്യത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ചൈനയ്ക്കെതിരെയുള്ള ചൈനയ്ക്കെതിരെയുള്ള സുരക്ഷിതമായ സഖ്യം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മാത്രം രൂപം കൊണ്ട ആ സഖ്യത്തെ അതിനകത്ത് ഭാഗമാവുക മാത്രമല്ല, അതിനെ ശക്തിപ്പെടുത്താനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. മോഡിയുടെ വാഷിംഗ്ടൺ സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്ന് കോഡിന്റെ അടുത്ത ഉച്ചകോടി ഇന്ത്യയിൽ നടത്താമെന്നും ആ ഉച്ചകോടിയിൽ ട്രംപിനെ ക്ഷണിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത്. ഇത് എവിടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. അമേരിക്ക കൂടുതൽ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ മേഖലയിലേക്ക് തിരിയുമ്പോൾ അതിന്റെ ഏറ്റവും വിശ്വസ്ത സഖ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റി തീർക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി ഈ സമീപനത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ആഗോള ദക്ഷിണ സംവിധാനങ്ങൾ, രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ പ്രതിരോധ നിരയിൽ നിന്ന് നമ്മുടെ രാജ്യം കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിദേശനയം എന്നുള്ളത് ആഭ്യന്തര നയത്തിന്റെയും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സർക്കാരിന്റെയും സ്വഭാവത്തിന്റെ പ്രതിഫലനമാണ്. എന്താണ് ആ സ്വഭാവം? പാർട്ടിയുടെ കരട് രാഷ്ട്രീയ നയം വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദുത്വ കോർപ്പറേറ്റ് ആധിപത്യം, നവഫാസിസ്റ്റ് പ്രവണതകളാൽ പ്രതിഫലിക്കുന്ന ആധിപത്യം, അതാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന സർക്കാരിന്റെ മൗലികമായ സ്വഭാവം എന്നുള്ളത്. In the Lok Sabha elections held last year, the BJP suffered a setback in not being able to win a majority in the Lok Sabha, unlike the previous two elections. And this has constrained them from going ahead with changing the constitution. They thought they would get enough majority, a brute majority, to change the constitution as per the RSS agenda. To that extent, this setback for the BJP is a gain for the secular and democratic forces of our country. And is because most of the secular opposition parties were able to come together to a large extent, if not all over the country, but to the extent there was a united fight, it was able to contain the BJP. But after that, when the third term of the Modi government has begun, we have seen in the last 9 months that there is no let-up in the drive to fulfill the agenda of the BJP and the RSS. The three-pronged drive continues. First is the Hindutva communal agenda that is being driven forward. Second, the pro-corporate neoliberal policies that is also being aggressively pursued. And the third is the authoritarian drive, which tramples upon federalism, which tramples upon democracy and democratic rights, and subverts all the constitutional bodies and norms in the country. So all these three factors exist and they are continuing to pursue that. This must be kept in mind. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയുണ്ടായി. ഇതിന് മുൻപ് നടന്ന 2 തെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമായി ഇത്തവണ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അത് ഭരണഘടന മാറ്റുന്നതിനും ആ രൂപത്തിൽ കുറെ കൂടി തീവ്രമായി തങ്ങളുടെ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള BJPയുടെ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണ്.
മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രത്തോളം ഒരു വിജയം തന്നെയാണ്. കഴിയാവുന്നിടത്തോളം ഐക്യത്തോടെ BJPയെ ഒറ്റപ്പെടുത്താനും BJPയെ പരാജയപ്പെടുത്താനും പൂർണ്ണമായും രാജ്യവ്യാപകമായി കഴിഞ്ഞില്ലെങ്കിൽ പോലും പരമാവധി മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ കഴിഞ്ഞു എന്നത് ഈ വിജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകമാണ്. മൂന്നാം ഊഴം നരേന്ദ്രമോദിയുടെ 9 മാസം പിന്നിടുകയാണ്. ഈ മൂന്നാം ഊഴത്തിലും ഈ ജനവിധിക്ക് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ആ സർക്കാരിൽ നിന്ന് വരുമില്ല. പകരം BJP RSS അജണ്ട കുറെ കൂടി തീവ്രമായി നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. BJP ഗവൺമെന്റ് ത്രിമുഖ ദൗത്യമാണുള്ളത്. ഒന്ന്, ഹിന്ദുത്വ വർഗീയ ആക്രമണോത്സുക നയങ്ങൾ ശക്തിപ്പെടുത്തുക. 2, നവ ഉദാരവൽക്കരണ കോർപ്പറേറ്റ് അനുകൂലമായ നയങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക. 3, അമിതാധികാര പ്രവണതകൾ, അത് ഫെഡറലിസത്തിനെതിരെ ജനാധിപത്യത്തിനും ജനാധിപത്യ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണം അത് ശക്തിപ്പെടുത്തുക. ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഭരണഘടനാ തത്വങ്ങളെയും ദുർബലപ്പെടുത്തുക. അത് ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. So we are going to see more concerted efforts at privatization of public sector enterprises and public assets through the national monetization pipeline. And we are going to see more naked favoritism for the favored big capitalists of the Modi government, like the Adanis and the Ambanis. And we are going to see new attacks on the federal system, like the One Nation, One Election slogan, which is now sought to be made into law through the constitutional amendment which has now been introduced in Parliament. The implications of this simultaneous elections for Parliament and assemblies is going to be a direct assault on the rights of states and their state legislatures. Because through this constitutional amendment, the center can tinker with the tenure of a state legislature. Now it is fixed as 5 years, they can reduce it to 3 years, saying that it has to be brought in line with the Lok Sabha election, and various other ways by which the rights of an elected state legislature is going to be truncated. So such new threats are also in the offing. ഈ ഘട്ടത്തിൽ തന്നെ സ്വകാര്യവൽക്കരണ നയങ്ങൾ ശക്തിപ്പെടുത്തുന്നു. പൊതു ആസ്തിയുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യവൽക്കരണമാണ് ഒരു പ്രത്യേക പദ്ധതി വഴി, പൈപ്പ് ലൈൻ പദ്ധതി വഴി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ആ പദ്ധതി വഴി ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേറ്റുകളുള്ള നഗ്നമായ പക്ഷപാതിത്വം, പ്രത്യേകിച്ചും അംബാനി അദാനി ഗ്രൂപ്പുകളുള്ള നഗ്നമായ പക്ഷപാതിത്വം ഈ സർക്കാരിൽ പ്രതിഫലിക്കുന്നുണ്ട്. മറുവശത്ത് ഫെഡറൽ സംവിധാനത്തിന് മേലെയുള്ള ആക്രമണം ശക്തിപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പുതിയ ഭരണഘടനാ ഭേദഗതി. അതിപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ പ്രത്യാഘാതം ഏറെ വ്യാപകമായി വരുന്നതാണ്. യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെയും സംസ്ഥാന നിയമസഭകളുടെയും അവകാശങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് ഈ ഭരണഘടനാ ഭേദഗതി വഴി യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്നത്. സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയെ യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ സാഹചര്യം മാറുന്നു. യഥാർത്ഥത്തിൽ 5 വർഷം എന്നുള്ളത് 3 വർഷമാക്കിയോ അല്ലാതെയോ മാറ്റി തീർക്കാനായി ഇവർക്ക് കഴിയുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളുടെ അവകാശത്തിന് മേലുള്ള കടന്നാക്രമണമായി ഇത് മാറുന്നു. The 4 labor codes which were adopted in Parliament some time back is now going to be notified after the rules etc. have been framed, and that is going to happen now by the 1st of April. This will be a direct attack on the rights of the working class and the trade unions. There is also a draft agricultural marketing policy which seeks to bring back through the back door some of the provisions which were there in the 3 farm laws which were defeated and they were forced to withdraw. So fighting for the rights of the working class, opposing these labor laws, opposing new attacks on the peasantry and the farmers, all this is coming up in the agenda for the left and the democratic forces. Already against the 4 labor codes, all the central trade unions are planning to go for a 1-day general strike. They're working out that.
also against this draft marketing agricultural policy also. All the Kisan organizations are planning to go into struggle. So therefore, on all the burning issues before the people, unemployment, price rise, anti-labor policies, anti-farmer policies, on all this, we have to gear up. The party has to take the lead in fighting or leading the struggles. The party has to unite with other left and democratic forces and other class and mass organizations to see that the Modi government's anti-people policies are fought back and resisted. 4 ലേബർ കോഡുകൾ നേരത്തെ തന്നെ നിയമമായി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതിന്റെ ചട്ടങ്ങൾ അംഗീകരിച്ച് ഏപ്രിൽ 1 മുതൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് തൊഴിലാളി വർഗത്തിനും ട്രേഡ് യൂണിയനുകളുടെ അവകാശങ്ങൾക്കും നേരെയുള്ള കടുത്ത ഒരു ആക്രമണമായിരിക്കും. മറുവശത്ത് കർഷക കമ്പോള നയം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നു. നേരത്തെ ചെറുത്തു തോൽപ്പിക്കപ്പെട്ട കർഷകരുടെ മറ്റ് വിഭാഗങ്ങളുടെയും വലിയ പോരാട്ടങ്ങളുടെ ചെറുത്തു തോൽപ്പിക്കപ്പെട്ട പിൻവലിക്കാൻ നിർബന്ധിതമായ 3 കർഷക നിയമങ്ങൾ പിൻവാതിലിലൂടെ നടപ്പിലാക്കാനാണ് ഈ കർഷക കമ്പോള നയത്തിലൂടെ ഇവർ ശ്രമിക്കുന്നത്. അതിനെതിരെ ലേബർ കോഡിനെതിരെയും ഈ കർഷക കമ്പോള നയത്തിനെതിരെയും ജനാധിപത്യ ശക്തികളുടെ വലിയ പോരാട്ടം ഉയർന്നു വരേണ്ടതുണ്ട്. ട്രേഡ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഒരു ദിവസത്തെ പണിമുടക്കം ഈ ലേബർ കോഡിനെതിരെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ കമ്പോള നയത്തിനെതിരായി കർഷക സംഘടനകളുടെ പ്രക്ഷോഭവും കൂട്ടായി തന്നെ ആലോചിക്കുന്നുണ്ട്. ജനങ്ങളുടെ ജീവിതത്തിന് മേലെയുള്ള കടന്നാക്രമണം, തൊഴിലാളി വിരുദ്ധമായ നയങ്ങൾ, കർഷക വിരുദ്ധമായ നയങ്ങൾ അവയാകെ ഈ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ നേതൃത്വമാകെ ഏറ്റെടുക്കാൻ പാർട്ടിക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇടത് ജനാധിപത്യ ശക്തികളുടെ ഐക്യം അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. വർഗ ബഹുജന സംഘടനകളുടെ അതിവിപുലമായ ഐക്യത്തിനും പാർട്ടി നേതൃത്വം നൽകണം. ആ രൂപത്തിലുള്ള പോരാട്ടങ്ങളിലൂടെ മോഡിയുടെ ജനവിരുദ്ധ നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയേണ്ടതുണ്ട്. All these struggles of the working class and other sections of the working people are necessary, and we must be able to develop and intensify these struggles. But they alone won't be sufficient to meet the challenge of this Hindutva corporate regime, because our party recognizes that behind the BJP is the Rashtriya Swayamsevak Sangh, the RSS, which has a fascistic ideology. And it is the RSS which has penetrated, using the BJP in government, into all state institutions, which is seeking to remold and reshape our cultural and educational systems. And therefore, along with the fight on the demands, economic demands of the working people against the neoliberal policies, we also have to integrate the struggle with the struggle against the Hindutva communal ideology and the way it is penetrating in different sections of our society. തൊഴിലാളി വർഗത്തിന്റെയും പണിയെടുക്കുന്ന മറ്റു വിഭാഗങ്ങളുടെയും പോരാട്ടങ്ങൾ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തിപ്പെടുത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അത്തരം പോരാട്ടങ്ങൾ കൊണ്ട് മാത്രം ഹിന്ദുത്വ കോർപ്പറേറ്റ് ആധിപത്യത്തെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. BJPക്ക് പുറകിൽ RSS ആണുള്ളത്. നേരത്തെ നാം കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് RSS പിന്തുടരുന്നത്. BJP സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലും RSS നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു. അതുവഴി സാംസ്കാരിക വിദ്യാഭ്യാസ സംവിധാനത്തെ പ്രതിലോമകരമായ പൊളിച്ചെഴുത്തിന് അവർ വിധേയമാക്കുന്നു. അതിനെ കൂടി പ്രതിരോധിക്കാതെ ഈ പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അപ്പൊ നവ ഉദാരവൽക്കരണ നയത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ തന്നെ ഹിന്ദുത്വ വർഗീയ പ്രത്യയശാസ്ത്രത്തിന്റെ ആധിപത്യം സമൂഹത്തിന്റെയും ഭരണ സംവിധാനത്തിന്റെയും വിവിധ മണ്ഡലങ്ങളിൽ സൃഷ്ടിക്കുന്ന ആഘാതത്തെ കൂടി തിരിച്ചറിഞ്ഞുള്ള പ്രതിരോധവും വിപുലമായ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. We have used the term
neo-fascist for the first time in our political resolution. What does neo-fascism mean in the contemporary world today? We are seeing neo-fascist forces rising in Europe and in America and Latin America. Neo-fascist, the term is used because it is not the same phenomenon as classical fascism, which we saw in the mid-20th, in the first three, 4 decades of the 20th century. It is modified, it has some elements of the old fascism, but also it has incorporated other features. Under neoliberalism, the crisis of neoliberalism has led to unleashing of these forces, right-wing forces. And in each country, the fascist ideology which identifies someone as the enemy, whether it's a religious minority or an ethnic minority, or as in the case of Europe, immigrants who are considered foreigners, all this constitutes ingredients of neo-fascism. And in India, the RSS and the Hindutva ideology is a distinctive feature. It is not there in other countries. That is why we also use the term neo-fascism, unlike what we used to call earlier fascism or fascistic. This is what we have put in our resolution. നമ്മുടെ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ആദ്യമായി നവ ഫാസിസ്റ്റ് എന്നുള്ള ഒരു പദം പ്രയോഗിക്കുന്നുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ നവ ഫാസിസം എന്ന പദം എന്താണ് അർത്ഥമാക്കുന്നത്? പ്രത്യേകിച്ചും നവ ഫാസിസം അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഉയരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്, നേരത്തെയും പ്രതിപാദിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് നവ ഫാസിസം എന്ന് നാം പ്രയോഗിക്കുന്നത്? അത് ക്ലാസിക്കൽ ഫാസിസത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ 2-3 ദശകങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ശക്തിപ്പെട്ടു വന്ന ഫാസിസം, അതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ ഫാസിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ ചില പ്രവണതകൾ പുതിയ കാല ഫാസിസത്തിലും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ പ്രവണതകൾക്കൊപ്പം തന്നെ പുതിയ രൂപത്തിലുള്ള പ്രവണതകളും ഈ പുതിയ കാലത്തിൻ്റെ ഫാസിസത്തിൽ മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ നവ ഉദാരവൽക്കരണ പ്രതിസന്ധിയാണ് അത്തരത്തിലുള്ള പുതിയ പ്രവണതകളിലൂടെയുള്ള ഈ ഫാസിസ്റ്റ് രൂപത്തിലേക്ക് നയിക്കുന്നത്. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരു അപരനെ നിർമ്മിക്കുന്നു, ഒരു ശത്രുവിനെ പ്രഖ്യാപിക്കുന്നു. അത് മതമാകാം, വംശമാകാം, കുടിയേറ്റക്കാരാകാം, വിദേശികളാകാം. ആ ശത്രുവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ വരുന്നു. ഇന്ത്യയിൽ അതിൻ്റെ മറ്റു രൂപമാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം. അത് ഈ നവഫാസിസത്തിൻ്റെ ഒരു പുതിയ രൂപമായി തന്നെ നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് പ്രമേയം നവഫാസിസം എന്ന് ഈ ഘട്ടത്തെ ഈ പ്രവണതയെ വിശേഷിപ്പിക്കുന്നത്. I am amused to find that Congress leaders in Kerala who have seemed to be experts on fascism are critiquing our use of this term neo-fascism and that the Modi government is displaying neo-fascist characteristics. I saw today's paper, Mr. V.D. Satishan has said that earlier the CPIM used to call it fascism. Now they have given up the term fascism because they don't want to fight the BJP. They are soft on the BJP. And he claims our earlier party Congress resolutions had called the Modi government fascist, and now we have given up the term. I don't think he has read our earlier resolutions, because if he reads our Hyderabad Congress resolution 2018, we said that there are emerging fascistic trends. Emerging fascistic trends. Now he says our General Secretary, Comrade Sitaram Yechuri, used to have a better understanding of fascism. But he was the General Secretary when this resolution was drafted. And in that we recognize there are emerging fascistic trends. Today, 7 years later, we are saying now they are displaying fascistic characteristics. There's no more emerging. So, how do we understand it? With the 11 years of Modi government's rule,
the aggressive drive to impose the Hindutva agenda and the neoliberal agenda, yes, they are displaying neo-fascistic characteristics now. And we have to fight it. We have to resist it. Because if we do not fight it and resist it, then it will develop into full-fledged fascism. This is what makes us mobilize the people, create the grounds to fight back this neo-fascistic trends and characteristics. This is how we understand it. And distorting this, the Congress party is only playing cheap politics. We do not need certificates from the Congress leadership here on how to fight the BJP and the RSS. We have just passed a resolution on our martyrs since the last state conference here. 4 of them were killed by the RSS. 4 of those martyrs were killed at the hands of the RSS. This is the proof of who is fighting the RSS and the BJP in Kerala. എന്നാൽ കോൺഗ്രസിന്റെ ചില വക്താക്കൾ അവർ പ്രധാനമായിട്ട് ഫാസിസത്തിന്റെ ചില വിദഗ്ധരായ ആളുകളുണ്ട്. അവര് ഈ മോഡിയുടെ ഈ നവ ഫാസിസ്റ്റ് പ്രവണത എന്നുള്ള ഈ പ്രയോഗത്തെ അവർ പറയുന്നത് ഇത് CPIM ഇത് ഫാസിസത്തെ ഉപേക്ഷിച്ച് കാണുന്നില്ല, BJPക്ക് ഇതിന്റെ പോരാട്ടം ദുർബലപ്പെടുത്തുന്നു. VD സതീശൻ പറഞ്ഞത് നേരത്തെ ഇവർ ഫാസിസം എന്നാണ് പറഞ്ഞിരുന്നത്, മോഡി ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആയിട്ടാണ് കണ്ടിരുന്നത്, ഇപ്പോൾ അത് ഉപേക്ഷിച്ചിരിക്കുന്നു. അത് BJPയുടെ മൃദു സമീപനമാണ്, BJPക്കെതിരെ പൊരുതുന്നതിന് താല്പര്യമില്ലാത്തതാണ് എന്ന് കാണിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോഴത്തെ രേഖ മാത്രമല്ല മുൻപത്തെ പാർട്ടി രേഖകളും വായിച്ചിട്ടുണ്ടാകാൻ ഇടയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2018 ഹൈദരാബാദ് പ്രമേയം, ആ പ്രമേയം അതിൽ പറയുന്നത് ഫാസിസ്റ്റ് പ്രവണതകൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അന്ന് ഇവർ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട് സീതാറാം യെച്ചൂരിക്ക് കുറെ കൂടി വ്യക്തതയോടുകൂടി ഫാസിസത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു, ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സഖാവ് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഹൈദരാബാദിലെ പ്രമേയം ശക്തിപ്പെട്ടു വരുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ എങ്ങനെ രാജ്യത്ത് മോഡി സർക്കാർ പ്രതിഫലിക്കുന്നു എന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കിയത്. 7 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ഫാസിസ്റ്റ് പ്രവണതകൾ എങ്ങനെ മാറി കുറെ കൂടി ശക്തമായിരിക്കുന്നു, അത് നവ ഫാസിസത്തിന്റെ സ്വഭാവമോ പ്രവണതയിലേക്കോ എങ്ങനെ വികസിച്ചിരിക്കുന്നു, ഇതാണ് നാം ഈ ഘട്ടത്തിൽ പ്രതിപാദിക്കുന്നത്. 11 വർഷത്തെ മോഡി സർക്കാരിന്റെ ആക്രമണോത്സുക ഹിന്ദുത്വ നയങ്ങളുടെ പ്രയോഗം അത് നവഫാസിസ്റ്റ് പ്രവണതകളെയും അതിന്റെ നവഫാസിസ്റ്റ് സ്വഭാവത്തെയും ഭരണ സംവിധാനത്തിൽ കുറെ കൂടി ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് നാം എത്തിച്ചേരുന്ന നിഗമനം? ഇത് ശരിയായി മനസ്സിലാക്കുന്നത് ഈ നവ ഉദാരവൽക്കരണ പ്രവണത ശക്തിപ്പെട്ടു വരുമ്പോ അല്ലെങ്കിൽ നവ ഉദാരവൽക്കരണ സ്വഭാവം സംവിധാനത്തിനകത്ത് ശക്തിപ്പെട്ടു വരുമ്പോ അതിനെ പൊരുതി പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയുമില്ല എങ്കിൽ ഇത് ഫാസിസത്തിലേക്ക് നയിക്കും എന്നുള്ള മുന്നറിയിപ്പാണ്. അത് ശരിയായി മനസ്സിലാക്കി പൊരുതുക എന്നുള്ളതാണ് ഫാസിസത്തിലേക്ക് പോകാതെ ഈ രാജ്യത്ത് തടയുന്നതിന് ആവശ്യമായ മുന്നുപാധി. കോൺഗ്രസ് തരംതാണ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, RSSനും BJPക്കും എതിരെയുള്ള പോരാട്ടത്തിൽ CPIMന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമില്ല. ഇവിടെ വായിച്ച രക്തസാക്ഷി പ്രമേയമുണ്ടല്ലോ, ആ രക്തസാക്ഷികളിൽ ഈ സമ്മേളന കാലയളവിൽ കൊല്ലപ്പെട്ട 6 പേർ RSSകാരർ കൊല്ലപ്പെട്ടവരാണ്. ഇതിനപ്പുറത്ത് മറ്റെന്ത് തെളിവാണ് RSSനെതിരെ കേരളത്തിൽ പൊരുതുന്നത് CPIM ആണ് എന്നതിന് വേണ്ടത്? അതുകൊണ്ട് ഈ തരംതാണ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. So now coming to the situation here in Kerala, we are holding this conference at a time when, as I said at the outset, the Kerala unit of the CPIM has, being the biggest and strongest unit of the party, an important role and responsibility in taking forward the fight against the Hindutva corporate regime, the fight against the communal agenda of the BJP and the RSS, the fight against neoliberal policies, and the additional responsibility of being in the state government, of having to fashion policies which we can show to the people that these alternative policies exist
it can be put into practice. And here in this conference, you are going to discuss our political work, our organizational work, how to strengthen it, how to further strengthen the CPIM and the left forces in the state. And along with that, you are going to discuss a document on Nava Kerala, which will also be a guide for the LDF government on how to fulfill the vision and the goals that we are setting forth for the creation of a progressive, modern, secular and industrialized Kerala. So I'm sure that all these discussions will be fruitful and will help us to arrive at correct decisions and slogans. കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഒരു പാർട്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ രാജ്യത്തെ ഏറ്റവും വലുതും ഏറ്റവും ശക്തമായ പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ ദൗത്യമാണ് നിങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുന്നത്. ഹിന്ദുത്വ കോർപ്പറേറ്റ് അജണ്ടയുടെ അതിൻ്റെ ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം, അവരുടെ വർഗീയ അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം, നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, അമിതാധികാര പ്രവണതകൾക്കെതിരെയുള്ള പോരാട്ടം. ഈ പോരാട്ടങ്ങൾ രാജ്യത്തിനാകെ ശക്തിപ്പെടുത്തുന്ന രൂപത്തിൽ, രാജ്യത്തിനാകെ ആവേശം പകരുന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ പാർട്ടി ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലുള്ള സർക്കാർ ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാരാണ്. ഈ ബദൽ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഈ നവ ഉദാരവൽക്കരണ നയങ്ങൾക്ക് ബദൽ സാധ്യമാകും എന്നുള്ളത് രാജ്യത്തിന് കാണിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇവിടെ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയം, സംഘടനാ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളാണ്. അത് വിലയിരുത്തിക്കൊണ്ട് എങ്ങനെ കുറെ കൂടി പാർട്ടി ശക്തിപ്പെടുത്താൻ കഴിയും, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചർച്ച ചെയ്യും. അത് കേരളത്തിലെ പാർട്ടിക്കും ഇടതുപക്ഷത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനാകെ കരുത്തു പകരുന്ന തീരുമാനങ്ങളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മേളനം നവകേരള രേഖയും ചർച്ച ചെയ്യുന്നുണ്ട്. LDF സർക്കാർ മുന്നോട്ട് വച്ച ലക്ഷ്യങ്ങൾ, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കുറെ പൂർത്തീകരിക്കുന്നതിന് ഇനി എത്രമാത്രം മുന്നോട്ട് പോകേണ്ടതുണ്ട്, അത് ഈ രേഖ ചർച്ച ചെയ്യും. അതുവഴി പുരോഗമന, ആധുനിക, മതനിരപേക്ഷ വ്യവസായ കേരളമാക്കി നമ്മുടെ നാടിനെ മാറ്റിത്തീർക്കാൻ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങളും മുദ്രാവാക്യങ്ങളും ഈ സമ്മേളനം ആവിഷ്കരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. In the run-up to this state conference in Kollam, we have held all the branch conferences running into thousands and thousands of units. We have held our local committee conferences, area committee conferences, and the district committee conferences. And from the reports we have got, these conferences have shown a singular unity of the party from top to bottom, and a unity of political purpose, organizational unity, and a unity on how to take our party forward. And I'm sure the Kollam conference will be the culmination of this unity and determination that you have displayed so far. Thank you very much. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആ റിപ്പോർട്ടുകളിലൂടെ പോകുമ്പോൾ ഈ സമ്മേളനം നാം കാണുന്നത് പാർട്ടി അടിമുടി ഏകശിലയായി എല്ലാ കാര്യങ്ങളിലും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമായ ഐക്യം, സംഘടനാപരമായ ഐക്യം, പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പോരാട്ടങ്ങളുടെ ഐക്യം, അതാണ് ഈ സമ്മേളനങ്ങൾ ഉടനീളം പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് കൊല്ലം സമ്മേളനം ഈ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നതിനുള്ള നിശ്ചയദാർഢ്യത്തിന്റെ പ്രഖ്യാപനമായി തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.